നമ്മളിപ്പം ഒരു സംഘത്തിലിരുന്ന് പാമ്പുകളെ പറ്റി ഒരു കഥ പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് പാമ്പുകളെ പറ്റി 2 കഥ പറയാനുണ്ടാവും, അടുത്ത ആൾക്ക് 3 കഥ പറയാനുണ്ടാവും. എന്നുവെച്ചാൽ പാമ്പുകളെ പറ്റി കഥ പറഞ്ഞാൽ തീരുകയില്ല. അതുപോലെയാണ് ഈ അവാർഡിൻ്റെ കാര്യം. അവാർഡുകളെപ്പറ്റി, അവാർഡുകളുടെ പുറകിലുള്ള തമാശകളെപ്പറ്റി എത്ര പറഞ്ഞാലും തീരുകയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും അവാർഡുകളെപ്പറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രിയദർശൻ കഴിഞ്ഞ സംസ്ഥാന അവാർഡ് കമ്മിറ്റി ജൂറി ചെയർമാനായ കാര്യം. അവാർഡ് വിവരം പുറത്തു വന്ന ദിവസം സന്ധ്യയ്ക്ക് ചെയർമാൻ്റെ, അതായത് പ്രിയദർശൻ്റെ വീടിന് നേരെ ഗംഭീരമായൊരു കല്ലേറുണ്ടായി. അവാർഡ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച ചില ആളുകൾ ചിലരെ വിട്ട് കല്ലെറിയിപ്പിച്ചതാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എനിക്കറിയില്ല. എന്തായാലും പ്രിയൻ്റെ വീടിൻ്റെ ജനാലയിലെ ഗ്ലാസ്സുകളെല്ലാം പൊട്ടി. പ്രിയൻ ആ കല്ലുകൾ ഒരു ഓർമ്മയായി എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവാർഡുകൾ പോലെ തന്നെ വളരെ പ്രധാനമാണല്ലോ അവാർഡ് കല്ലുകളും, അങ്ങനെ സൂക്ഷിച്ച് വെച്ചാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവാർഡിനെ ചൊല്ലിയുണ്ടായ വലിയൊരു വിവാദം എന്ന് പറയുന്നത് കവി ശ്രീ അയ്യപ്പ പണിക്കർക്ക് വയലാർ അവാർഡ് പ്രഖ്യാപിച്ചതും അദ്ദേഹം അത് നിഷേധിച്ചതും ഒക്കെ പത്രത്തിൽ നിങ്ങൾ വായിച്ചതാണ്. അപ്പോൾ വയലാർ അവാർഡ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ശ്രീ ത്രിവിക്രമൻ നായർ അയ്യപ്പ പണിക്കരുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചെന്നും അദ്ദേഹം എന്നാലും എനിക്ക് ഈ അവാർഡ് തൽക്കാലം വേണ്ട എന്ന് പറയുകയും ചെയ്തു എന്നാണ് പത്രത്തിൽ നമ്മൾ വായിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചില അവാർഡുകൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നും, ചില അവാർഡുകൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നില്ല. അതിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ കാണും. എൻ്റെ സംശയം, ഞാൻ നേരത്തെ മധുസാർ പറഞ്ഞൊരു കാര്യം പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം. ഇപ്പോൾ MA-കാരൻ്റെ പരീക്ഷാ പേപ്പർ SSLC-കാരൻ വാല്യൂ ചെയ്യുന്നത് താല്പര്യമില്ല എന്ന് ചിലപ്പോൾ ശ്രീ അയ്യപ്പ പണിക്കർക്ക് തോന്നിയിട്ടുണ്ടാവുമോ എന്നാണ് എൻ്റെ സംശയം.